പൊളിറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്തതല്ല മക്കളെ, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് പ്രെഡിക്റ്റ് ചെയ്ത്, എല്ലാ ക്വസ്റ്റ്യൻസ് അല്ല. മറ്റുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ മുമ്പും ബിംബക്കായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് മക്കൾക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തരാൻ പോവാനിട്ടോ. പിന്നെ മറക്കരുത് മക്കളെ, ലൈവ് ക്ലാസ്സുകളിലേക്ക് വരാൻ മറക്കരുത്. കാരണം ലൈവ് ക്ലാസ്സിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കും, അത് തന്നെയായിരിക്കും എക്സാമിന് വരുന്നത്. അപ്പൊ ഈ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് മക്കളെ, നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. സാറേ ഇതെങ്ങനെയാണ് എഴുതേണ്ടത്, സാറേ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരോ, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് പഠിപ്പിച്ചു തരോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കണേ മക്കളെ. ഈ ഒരു രണ്ട് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഉപകാരമുണ്ടായിരിക്കും. ഏതാണ് ആ രണ്ട് അക്കൗണ്ടുകൾ? ഇത് രണ്ട് അക്കൗണ്ട്, സൂപ്പർ മാഷും SP സഹദും. ഈ രണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട ഇതിലേക്കാണ്. മെസ്സേജുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും അയക്കാനുണ്ടെങ്കിൽ അതിലേക്കും ഇത് ഫോളോ ചെയ്ത് വെക്കുക. ഇത് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും, ക്വസ്റ്റ്യൻസ്, ഷുവർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മക്കളെ ഇത് പ്രെഡിക്റ്റ് ചെയ്യാണ്. ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കേണ്ടത് 3 challenges ആണ്. 3 challenges. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികൾ ഏതൊക്കെയാന്നുള്ളത് തിരിച്ചറിയാം. അപ്പൊ രാഷ്ട്ര നിർമ്മാണം, ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, അതിന്റെ 3 കാര്യങ്ങൾ. പിന്നെ ആദ്യത്തെ ഫസ്റ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ആയിരുന്നു എന്ത് ചെയ്യുന്നത്, വിജയിക്കുന്നത്. ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പിൽ ആരായിരുന്നു വിജയിക്കുന്നത്? കോൺഗ്രസ് പാർട്ടി ആയിരുന്നു ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ആയിരുന്നു ആദ്യത്തെ 3 ഇലക്ഷൻ. അതിന്റെ റീസൺസ് എന്താണ്? 5 മാർക്കാണ് കേട്ടോ. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ മറ്റൊരു സംഭവം ഉണ്ട്. The conduct of first general election was the tough exercise for the Election Commission of India. Substantiate the statement. ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കഠിനമായ വ്യയമായിരുന്നു പ്രസ്താവന പ്രതികരിക്കുക. കാരണം എന്തൊക്കെയാണ് അതിന്റെ ഉത്തരം? എന്താണ് മക്കളെ? ശരിക്കും ഇലക്ഷൻ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇലക്ഷൻ സമയത്ത് ഉണ്ടാവുന്ന എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ എന്നുള്ളതാണ് നോക്കി വെക്കേണ്ടത്. പിന്നെ ഈ സാധനം 8 മാർക്കിന് ചോദിക്കുന്ന essay ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ഒരു കാര്യങ്ങൾ നോക്കി വെക്കുക. പിന്നെ 2 nation തിയറി, മുസ്ലിം ലീഗ്. ഓക്കെ, ഇനി ഈ ഇതിലാണെങ്കിൽ ഈ ഒരു ഇത്, അതായത് ഓപ്പോസിഷൻ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ, അതിന്റെ മാച്ച് ദ ഫോളോയിങ് പഠിക്കണം. അപ്പൊ ഓരോരുത്തരും എന്ത് ചെയ്യും, കറക്റ്റ് നോക്കണം. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആരാണ്, റാം മനോഹർ ലോഹ്യ ആരുടെയാണ്, പിന്നെ അതുപോലെ തന്നെ SA ഡാംഗെ ആരാണ്, C രാജഗോപാലാചാര്യാണ്. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് നിർബന്ധമായിട്ടും പഠിച്ചൊക്കെ 4 മാർക്കാണ് ചോദിക്കാം. ഇനി മറ്റൊരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ഫസ്റ്റ് ഇലക്ഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യത്തെ 3 ഇലക്ഷനിൽ ആര് ജയിച്ചു? കോൺഗ്രസ് പാർട്ടി ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊരു പ്രഡിക്ഷൻ ആണ്. ഇനി 5 മാർക്കിന് ചോദിക്കുന്ന ഒരു സംഭവമാണ്. ബൈ ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ദി കോൺഗ്രസ് വാസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു റെയിൻബോ ലൈക്ക് ക്യാരക്ടർ. ചില സമയത്ത് കോൺഗ്രസ് പാർട്ടി എന്താണ്, മഴവില്ല് പോലെ രൂപാന്തരപ്പെട്ടു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് കോൺഗ്രസ് പാർട്ടി എന്താണ്, ഒന്ന് ഐഡിയോളജിക്കൽ കൊലീഷനും സോഷ്യൽ കൊലീഷനും കൂടിയാണ്. ഇത് രേഖപ്പെടുത്താനാണ് പറയട്ടെ. സാമൂഹികവും പ്രത്യയശാസ്ത്രപരമായ ഒരു കൂട്ടുകെട്ട് പോലെ എങ്ങനെ പ്രവർത്തിച്ചു കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് നോക്കാം. 5 മാർക്കാണ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തതാണ് മിക്സ്ഡ് എക്കണോമിയാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അതിന്റെ റീസൺസ് എന്തൊക്കെയാന്ന് നോക്കി വെക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ 5 year പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതി ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ നോക്കി വെക്കേണ്ടത് ഈ ഗ്രീൻ റവല്യൂഷന്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്, ഹരിത വിപ്ലവത്തിന്റെ ഗുണവും ദോഷവും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ മേജർ ഫസ്റ്റ് 5 year പ്ലാൻസിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ചാപ്റ്റർ 4ലേക്ക് പോയി കഴിഞ്ഞാൽ നെഹ്റുവിന്റെ വിദേശ നയം, ഫോറിൻ പോളിസിയെ പറ്റിയിട്ട് നോക്കി വെക്കണം. ന്യൂക്ലിയർ പോളിസി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ബംഗ്ലാദേശ് വാർ, ബംഗ്ലാദേശ് യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ നോക്കി വെക്കുക. പിന്നെ ഇൻഡോ ചൈന വാർ, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വാർ നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നോൺ അലൈൻഡ് പോളിസി, ചേരായ്മ, അതെന്ത് ചെയ്യണം, നോക്കി വെക്കണം. പിന്നെ ചലഞ്ചസ് ഓഫ് റീസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മുദ്രാവാക്യം ആരുടേതാണ്? ഗരീബി ഹട്ടാവോ ജയ് ജവാൻ ജയ് കിസാൻ. ആ സമയത്തുള്ളതാണ് മക്കളെ. ഇന്ദിരാഗാന്ധിനെ പുറത്താക്കുന്ന സമയത്ത്, കോൺഗ്രസ് പാർട്ടിയുടെ സ്പ്ലിറ്റിന്റെ സമയത്തൊക്കെ ഉള്ള ആ ഒരു സംഭവമാണ്. അപ്പൊ ഗരീബി ഹട്ടാവോ ആരുടെയാണ്, ജയ് ജവാൻ കിസാൻ ആരുടേതാണെന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇനി കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ആവാനുള്ള റീസൺസ് മക്കൾ പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് കോണ്ടെക്സ്റ്റും പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റും ചോദിച്ചിട്ടുണ്ട്. 1967 കാരണങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. എന്തിന്റെ? ഈ പറയുന്ന നാഷണൽ എമർജൻസി. അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കണേ, ദ ഇയർ 1967 അറിയപ്പെടുന്നത് ലാൻഡ്മാർക്ക് ഇയർ ഇൻ ഇന്ത്യസ് പൊളിറ്റിക്കൽ ആൻഡ് ഇലക്ടോറൽ ഹിസ്റ്ററി. ഇന്ത്യയുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായ വർഷമാണ് 1967. ആ ഒരു സമയത്ത് വരുന്ന രാഷ്ട്രീയ സാമ്പത്തിക പശ്ചാത്തലം വിശദമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 6ാമത്തെ ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ ടോട്ടൽ റവല്യൂഷൻ ആരുടേതാണ്? ജയപ്രകാശ് നാരായൺ. പിന്നെ അതുപോലെ തന്നെ വരുന്നത് ദ ഫോർമേഷൻ ഓഫ് ജനതാ പാർട്ടി 1977 വാസ് ന്യൂ എക്സ്പെരിമെന്റ്. ജനതാ പാർട്ടി വന്നു, പക്ഷെ അത് പെട്ടെന്ന് തന്നെ അത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ജനതാ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ മക്കൾ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരമുള്ളതാണ്. SP സഹദും പിന്നെ അതുപോലെ തന്നെ സൂപ്പർ മാഷും. ഈ 2 അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇതിലാക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ഓക്കെ, പിന്നെ അത് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അതിന്റെ കാരണങ്ങളൊക്കെ ഇവിടെ പറയുന്നത് കേട്ടോ.
ഓക്കെ ആണല്ലോ മക്കളെ, സെറ്റ് ആണല്ലോ. അപ്പൊ ഇതാണ് ഈ ഒരു ഓണം എക്സാമിന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ചിപ്കോ മൂവ്മെന്റ് 7ാമത്തെ ചാപ്റ്ററിലും ഈ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ അതും കൂടി നോക്കി വെക്കാം. താങ്ക്